ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആണ്ടുവട്ടം 20-ാം ഞായർ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ്. സുവിശേഷത്തിൽ ഒരു കാനാൻകാരി സ്ത്രീ യേശുനാഥൻ്റെ അടുക്കൽ വന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ദാവീദിൻ്റെ പുത്ര, എൻ്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. എന്നാൽ യേശുനാഥനാകട്ടെ ആദ്യം അവളോടൊന്നും മിണ്ടുന്നില്ല. പിന്നീട് കേൾക്കുന്നവർക്ക് പരിഹാസം തോന്നുന്ന രീതിയിലുള്ള ചില വാക്കുകൾ അവിടെ നിന്ന് അവളോട് സംസാരിക്കുന്നുണ്ട്. അവസാനം അവളുടെ വലിയ വിശ്വാസത്തെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് പുകഴ്ത്തി യേശുനാഥൻ അവളുടെ മകളെ സൗഖ്യപ്പെടുത്തുകയാണ്. അപ്പോൾ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രാർത്ഥനയുടെ ചില തലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എളിമയുടെ വലിയ കൃപയെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ഒരു സ്ത്രീയുടെ അഗാധമായ വിശ്വാസത്തെക്കുറിച്ചും യേശുനാഥൻ ആ സ്ത്രീയിലൂടെ തന്നെ കേൾക്കാനിരിക്കുന്നവരെയും തന്നോടൊപ്പം നടന്നിരുന്ന അപ്പോസ്തലന്മാരെയും പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ 15-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ ആദ്യം തന്നെ നമ്മൾ കാണുന്നത് പാരമ്പര്യവാദികളായ ഇസ്രായേൽ നേതാക്കന്മാരെയാണ്. അവിടുന്ന് അവരുമായി വലിയ തർക്കത്തിലാണ്. കാരണം പാരമ്പര്യങ്ങൾ വിശ്വസിച്ചിരുന്ന അവർ തങ്ങൾ രക്ഷിക്കപ്പെടാൻ പോകുന്നത് ഈ പാരമ്പര്യങ്ങളുടെ അനുഗ്രഹത്താലാണെന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പം അതിനെയല്ല യേശുനാഥൻ ഖണ്ഡിക്കുകയാണ്. അവിടുന്ന് പറയുന്നുണ്ട്, ഈ പാരമ്പര്യങ്ങൾക്കാൾ ഉപരി ഈ സ്നേഹവും വിശ്വാസമൊക്കെയാണ് ഏറ്റവും വലുത്. ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് വലുത്. പക്ഷേ ഇവർക്കാകട്ടെ ആ വിശ്വാസം ഇല്ലതാണ്. അവർ യേശുനാഥനെ എന്തിൻ്റെങ്കിലുമൊക്കെ പേരിൽ കൊടുക്കാൻ വേണ്ടി നടക്കുന്ന പാരമ്പര്യവാദികളാണ്. അപ്പോൾ അവർക്ക് വലിയൊരു അഹങ്കാരം ഉണ്ടായിരുന്നു. അവരാണ് വലിയ മനുഷ്യരും അവരാണ് അറിവുള്ളവരും എന്നുള്ള അഹങ്കാരം. മാത്രമല്ല, അവരുടെ ഏറ്റവും വലിയ അഹങ്കാരം അവർ ദൈവത്തിൻ്റെ മക്കളാണ്, അബ്രഹാത്തിൻ്റെ മക്കളാണ്, മോശ അവരുടെ സ്വന്തമാണ്, ഇങ്ങനെയുള്ള അഹങ്കാരമൊക്കെയാണ്. അപ്പോൾ ഇവർക്ക് ഈ ഇസ്രായേൽക്കാരല്ലാത്ത മറ്റു മനുഷ്യരെ, വളരെ വിജാതീയരായ മനുഷ്യരെ ഒത്തിരിയധികം പുച്ഛവും അവരോട് വെറുപ്പും വിദ്വേഷവും ഒക്കെ ആയിരുന്നു. അവരാരും രക്ഷിക്കപ്പെടില്ല എന്നുള്ളൊരു ചിന്തയുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ സുവിശേഷം നമ്മൾ ധ്യാനിക്കേണ്ടത്. അപ്പം ഈ അവിടെ ഉണ്ടായിരുന്ന ഈ ഇസ്രായേൽ നേതാക്കന്മാരുമായി തർക്കത്തിലായിരുന്ന യേശുനാഥൻ അപ്പോസ്തലന്മാരോടൊപ്പം സീദോൻ, ടൈർ എന്ന് പറയുന്ന പ്രദേശങ്ങളിലേക്ക് എത്തുകയാണ്. അപ്പോൾ അപ്പോസ്തലന്മാർ കൂടെയുണ്ട്. അപ്പോസ്തലന്മാർ കേട്ടിട്ടുണ്ടായിരുന്നു യേശുനാഥൻ്റെ ഈ തർക്കം. അവിടുന്ന് ഇസ്രായേൽ നേതാക്കന്മാരോട് തർക്കിക്കുന്നത് പാരമ്പര്യങ്ങളുടെ പേരിൽ. പാരമ്പര്യങ്ങളൊന്നും അവിടുന്ന് അംഗീകരിക്കുന്നില്ല. അവിടുന്ന് പറയുന്നത് നിങ്ങളുടെ പാരമ്പര്യങ്ങൾ മനുഷ്യരെ നശിപ്പിക്കാനുള്ളതാണ്, അത് ദൈവത്തെ മനസ്സിലാക്കാനുള്ളതല്ല, ദൈവിക നിയമങ്ങൾക്കെതിരായിരുന്നു നിങ്ങളുടെ പല പാരമ്പര്യങ്ങളും. അപ്പം ഈ ഒരു പാരമ്പര്യത്തെ നമ്മൾ മറ്റൊരു രീതിയിൽ മനസ്സിലാക്കണം. അവിടെ ഉണ്ടായിരുന്ന ഇസ്രായേൽ നേതാക്കന്മാർ നല്ല ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ ചില കാര്യങ്ങൾ വർഷങ്ങൾ കടന്നു പോയപ്പോൾ പാരമ്പര്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുത്ത് മനുഷ്യരെയും ദൈവത്തെ മറക്കാൻ തുടങ്ങി. അവർ മനുഷ്യരെയും ദൈവത്തെയും ഉപദ്രവിക്കുന്ന രീതിയിൽ ഈ പാരമ്പര്യങ്ങളൊക്കെ കെട്ടിപ്പിടിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് യേശുനാഥൻ അതിനെയൊക്കെ അംഗീകരിക്കാതിരുന്നത്. അപ്പം അപ്പോസ്തലന്മാരുടെ മനസ്സിൽ ഈ ഒരു ചിന്തയുണ്ട്. അങ്ങനെ കടന്നു വരുമ്പോഴാണ് ഇവർ ടൈർ, സീദോൻ എന്നീ പ്രദേശങ്ങളിൽ വരുന്നത്. ഇവിടെ യേശുനാഥൻ വന്നതിൻ്റെ തന്നെ പ്രധാന കാരണം ഇസ്രായേൽക്കാരായ ചില മനുഷ്യർ അവിടെ ചിതറിപ്പാർത്തിരുന്നു. അവർ അവിടെ ഉണ്ടായിരുന്ന വിജാതിയരുമായി ഇടകലർന്നൊക്കെയാണ് ജീവിച്ചിരുന്നത്. അപ്പോൾ അവരെ കാണാനാണ് യേശുനാഥൻ കൂടുതലായി വരുന്നത്. യേശുനാഥൻ അവരെ കാണാൻ മാത്രമല്ല വന്നത്, അവിടുന്ന് എല്ലാവർക്കും വേണ്ടി അയക്കപ്പെട്ടവരാണ്. പക്ഷേ ഇവിടെ അവിടത്തേക്ക് ഉണ്ടായിരുന്നൊരു ഉദ്ദേശം അതാണ്. അതുകൊണ്ടാണ് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഞാൻ ചിതറിക്കപ്പെട്ട ഇസ്രായേൽ മക്കളുടെ അടുക്കിലേക്കാണ് അയക്കപ്പെട്ടത്, അവരാണ് ആദ്യം സ്വീകരിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. അത് ഈ 2 സ്ഥലത്ത് യേശുനാഥൻ അവരെ തിരക്കി വന്നത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ അങ്ങനെ അവിടെ വരുമ്പോഴാണ് ഈ കാനാൻകാരി സ്ത്രീ വരുന്നത്. ഇവളൊരു വിജാതിയായ സ്ത്രീയാണ്. ഇവൾ യേശുനാഥൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, എൻ്റെ മകളെ നീ സൗഖ്യപ്പെടുത്തണമേ എന്ന്. യേശുനാഥൻ ആദ്യം ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ഇത് പ്രാർത്ഥനയിൽ ഉണ്ടാകുന്നൊരു മൗനമാണ്. ചില സമയങ്ങളിൽ തമ്പുരാൻ്റെ അടുക്കൽ നമ്മൾ പ്രാർത്ഥനയുമായി എത്തുമ്പോൾ മൗനമായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. ചിലപ്പോൾ ഉത്തരങ്ങളൊന്നും ലഭിക്കുന്നില്ല, പ്രാർത്ഥനകൾ കേൾക്കുന്നില്ല. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അവിടെ നിന്ന് മിണ്ടുന്നില്ലെങ്കിലും പ്രാർത്ഥനകളൊക്കെ അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്, നിശബ്ദമായി അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. സമയത്തിൻ്റെ തികവിൽ അവിടെ നിന്ന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. ആ വലിയൊരു കൃപയും പ്രതീക്ഷയും ഈ സുവിശേഷം നമുക്ക് നൽകുന്നുണ്ട്. യേശുനാഥൻ അവിടെ നിന്ന് കാത്തു നിൽക്കുകയാണ്. എന്താണ് ഇവൾ പ്രതികരിക്കാൻ പോകുന്നത് ഈ മൗനത്തിൻ്റെ മുമ്പിൽ? പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കാതെ വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിനെതിരെ പോലും നമ്മൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് എതിർ മനുഷ്യരായി നമ്മൾ മാറുന്നത്. നമ്മുടെ ജീവിതത്തിലെ വലിയ പ്രയാസങ്ങളുടെ ഘട്ടങ്ങളിലാണ് നമ്മുടെ ഉള്ളിലെ യഥാർത്ഥ മനുഷ്യർ പുറത്തു വരുന്നത്. അതാണ് യേശുനാഥൻ കാത്തു നിൽക്കുന്നത്. പക്ഷേ ഇവളാകട്ടെ മൗനമായ പ്രാർത്ഥനയ്ക്ക് പ്രത്യുത്തരമായി അമിത വിശ്വാസത്തോടെയാണ് വീണ്ടും പ്രാർത്ഥിക്കുന്നത്. വീണ്ടും വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലുള്ള പ്രാർത്ഥിക്കുകയാണ്. യേശുനാഥനോട് വീണ്ടും കരയണം. അപ്പോൾ എൻ്റെയും പ്രാർത്ഥനകൾ കേട്ടില്ല എന്ന് കരുതി നിശബ്ദനാകാതെ വീണ്ടും വീണ്ടും തമ്പുരാനോട് പ്രാർത്ഥിക്കാനുള്ള വലിയൊരു ബലം ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുന്നുണ്ട്. അപ്പം അങ്ങനെ അവൾ പ്രാർത്ഥിക്കുമ്പോൾ
അവിടെ നിന്ന് അവളെ പരീക്ഷിക്കുന്നുണ്ട്, അവളെ അപമാനിതയാക്കുന്നുണ്ട്, അവളെ നായ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു പശ്ചാത്തലം ഈ ഇസ്രായേൽക്കാർ വിജാതിരെ വിളിച്ചിരുന്ന ഒരു പദമാണ് ഈ നായ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇസ്രായേൽക്കാരെ സംബന്ധിച്ച് ഇത് കേൾക്കുമ്പോൾ അത് അപമാനിക്കപ്പെടുന്ന അല്ലെ അപമാനിപ്പിക്കുന്ന ഒരു പദമാണ്. പക്ഷേ ഈ വിജാതിരായ മനുഷ്യർ നായ്ക്കളെ സ്നേഹിക്കുകയും വളർത്തുകയും ചെയ്തിരുന്നു എന്ന് ചരിത്രം പറയുന്നുണ്ട്. അവരെ സംബന്ധിച്ച് വളരെ ലോയലായിട്ടുള്ള, അതായത് യജമാനനോട് വളരെയധികം ഉത്തരവാദിത്തമുള്ള ഒരു മൃഗമായിട്ടാണ് അവർ ഈ നായയെ കണ്ടിരുന്നത്. അതുകൊണ്ട് അവളെ സംബന്ധിച്ച് ഇത് അവളെ അപമാനിക്കുന്ന ഒരു പദമായി അവൾ എടുത്തു കാണില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. അതുകൊണ്ടാണ് അവൾ അഭിമാനത്തോടെ പറയുന്നത്. യേശുനാഥൻ പറയുന്നുണ്ട്, മക്കൾക്കുള്ള അപ്പം നായ്ക്കൾക്ക് കൊടുക്കാൻ പറ്റുമോ? ഈ മക്കൾ ഇസ്രായേൽക്കാരാണ്. അപ്പോൾ ഇസ്രായേൽക്കാർക്ക് വേണ്ടി അയക്കപ്പെട്ട ഞാൻ എങ്ങനെയാണ് എന്നെ വിശ്വസിക്കാത്ത നിനക്ക് ഇത് തരുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാനും നിൻ്റെ നായയാണ്. കാരണം ഈ യജമാനന്മാരുടെ നായ്ക്കൾ അവരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പം ഭക്ഷിക്കുന്നുണ്ടല്ലോ, അതുപോലെ എനിക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ നിൻ്റെ തന്നെയാണ്, ഞാൻ നിൻ്റെ നായയാണെന്ന് യേശുനാഥനോട് അവൾ പറയണം. അവളുടെ ലോയൽറ്റി യേശുനാഥനോട് പ്രഖ്യാപിക്കണം. നീയാണ് എൻ്റെ രക്ഷകനും നാഥനും, ഞാനൊരു നായെപ്പോലെ ആണെങ്കിലും ഞാൻ നിൻ്റെ സ്വന്തം നായാണ്. ഇത് ജീവിതത്തിലെ എളിമപ്പെടുന്ന വിശ്വാസിയുടെ ജീവിതത്തെ കാണിക്കണം. ദൈവത്തിന് മുമ്പിൽ എളിമപ്പെടുമ്പോൾ അനുഗ്രഹങ്ങൾ ധാരാളം നമുക്ക് ലഭിക്കുമെന്നാണ് പറയുന്നത്. അഹങ്കാരത്തിൻ്റെ ഉന്നതിയിൽ നിന്നിരുന്ന ഈ ഇസ്രായേൽ നേതാക്കന്മാർ, ഫരിസേയരും അവിടെ ഉണ്ടായിരുന്ന സദുക്കാരും ഒക്കെ കേൾക്കാൻ വേണ്ടിയാണ് യേശുനാഥൻ ഇത് പറയുന്നത്. കാരണം അവരിൽ നിന്ന് കേട്ട ചില കാര്യങ്ങൾ ഈ അപ്പോസ്തലന്മാരുടെ ഹൃദയത്തിൽ കിടപ്പുണ്ട്. അപ്പോൾ അവർക്കുള്ളൊരു പഠനമാണിത്. അപ്പോൾ അഹങ്കാരത്തിനിടയിൽ നിന്നവരെ യേശുനാഥൻ ശകാരിച്ചിട്ട് വരുമ്പോൾ ഈ സ്ത്രീ ഏറ്റവും എളിമയോടുകൂടെ അവനോട് പറയുകയാണ്, ഞാൻ ഏറ്റവും എളിയപ്പെട്ട ഒരു സ്ത്രീയാണ്, ഞാൻ ഒരു നായയെപ്പോലെയാണ് എന്നൊക്കെ പറയുമ്പോൾ യേശുനാഥൻ ഉടനെ പറയുന്നത്, നിൻ്റെ വിശ്വാസം വളരെ വലുതാണ്. ഇതിന് തൊട്ടു മുമ്പ് അഹങ്കാരികളായിരുന്നവരുടെ വിശ്വാസത്തെ യേശുനാഥൻ കർശനമായി താക്കീത് നൽകി വരുമ്പോഴാണ് ഇവിടെ ഒരു വിജാതിയായ സ്ത്രീയുടെ വിശ്വാസത്തെ അവിടെ നിന്ന് പറയുന്നത്, നിൻ്റെ വിശ്വാസം വളരെ വലുതാണെന്ന്. ഇത് അപ്പോസ്തലന്മാർക്കുള്ള പഠനമാണ്. ഇത് കാലാകാലങ്ങളായുള്ള എല്ലാ വിശ്വാസികൾക്കുള്ള ഒരു പഠനം യേശുനാഥൻ നൽകുകയാണ്. എളിമപ്പെടുന്ന വിശ്വാസിയുടെ ജീവിതത്തിലാണ് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ നമ്മൾ കാണുന്നത്. ഇനി നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ ധ്യാനിക്കേണ്ടത് ഈ സ്ത്രീയുടെ മനോഭാവത്തെക്കുറിച്ചാണ്. പ്രാർത്ഥനയിൽ അവൾ മൗനം അവൾക്ക് പ്രതിഫലമായി ലഭിക്കുകയാണ്. പ്രാർത്ഥനകൾ അവൾക്ക് ശകാരം ലഭിക്കുന്നുണ്ട്, അപമാനിക്കപ്പെടുന്നുണ്ട്. എന്നാൽ അവൾ അതിലെല്ലാം പിടിച്ചു നിന്നുകൊണ്ട് അവൾ പ്രാർത്ഥിച്ചത് തൻ്റെ മകൾക്ക് വേണ്ടിയാണ്. അവൾ ഈ അപമാനവും ഈ ദുഃഖഭാരവും ഈ വേദനയൊക്കെ സഹിച്ചത് സ്വന്തം മകൾക്ക് വേണ്ടിയാണ്. ഇങ്ങനെ കുറേയേറെ മനുഷ്യർ ഈ ലോകത്തുണ്ട്. തൻ്റെ സ്വന്തമെന്ന് കരുതുന്ന ചില മനുഷ്യർക്ക് വേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറായ ചില മനുഷ്യർ. ഈ മനുഷ്യർ യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ ഒരു പ്രതിച്ഛായ മാത്രമാണ്. കാരണം അവിടുന്നും മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി സ്വർഗം വിട്ടിറങ്ങി ഏതറ്റം വരെയും പോകാൻ തയ്യാറായി വന്ന ഒരു ദൈവമാണെന്ന ഓർമ്മ നമുക്ക് വേണം. ക്രിസ്തു അവനെ തന്നെയാണ് ഈ കരഞ്ഞ് നിലവിളിച്ച് നിൽക്കുന്ന സ്ത്രീയിൽ കാണുന്നത്. കാരണം പിതാവായ ദൈവത്തോട് എല്ലാ മനുഷ്യർക്ക് വേണ്ടിയും കരഞ്ഞ് നിലവിളിച്ച ക്രിസ്തുവിനെ കുരിശിൽ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. അവിടെ നിന്ന് പറയുന്നുണ്ട്, ഇവരെന്താണ് ചെയ്യുന്നതെന്ന് ഇവരറിയുന്നില്ല, പിതാവ് ഇവരോട് കരുണയായിരിക്കണമെന്ന്. ക്രിസ്തു കരഞ്ഞതും പ്രാർത്ഥിച്ചതും ഒക്കെ സ്വന്തം ജനത്തിന് വേണ്ടിയാണ്. ഇതുപോലെ ഈ അമ്മ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ഇതൊക്കെ ക്രിസ്തുവിൻ്റെ മുഖം പേറുന്ന മനുഷ്യരാണ്. സുവിശേഷം നമ്മളോട് ആവശ്യപ്പെടുന്നത് ഇത് തന്നെ, എളിമയോടെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മനുഷ്യരായി നമ്മൾ മാറണം. അപ്പോൾ അതുപോലെ ഞാൻ ഇന്ന് സൗഖ്യം അനുഭവിക്കുന്നത്, ഞാൻ ഇന്ന് സന്തോഷം അനുഭവിക്കുന്നതൊക്കെ എനിക്ക് വേണ്ടി ഇതുപോലെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ കരങ്ങൾ ഉയർത്തിയ ചില അമ്മമാരാണ്, ചില അപ്പന്മാരാണ്, ചില പ്രിയപ്പെട്ടവരാണ്. അവരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഞാൻ ഈ സൗഖ്യം അനുഭവിക്കുന്നത്. അവർ അപമാനമേറ്റതുകൊണ്ടാണ് ഞാൻ ഇന്ന് അഹങ്കാരത്തോട് ജീവിക്കുന്നത്. അപ്പോൾ എൻ്റെ ജീവിതത്തിലും അങ്ങനെയുള്ള നല്ല മനുഷ്യരെ ഓർക്കുവാനും അതുപോലുള്ള മനുഷ്യരായി തീരുവാനും നമുക്ക് കഴിയണം. ചിലരുടെ വലിയ പ്രാർത്ഥനയും കൃപകളും പല മനുഷ്യരെ അനുഗ്രഹങ്ങളിലേക്ക് നയിക്കുന്നുണ്ട്. ഒരു 8 വയസ്സുകാരി ക്യാൻസർ രോഗബാധിതയായി വളരെയധികം ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റലിൽ അവൾ അഡ്മിറ്റായി. അപ്പോൾ അവളുടെ അപ്പനാണ് ഈ കുട്ടിയെ കൊണ്ടുവന്നത്, പെൺകുട്ടിയാണ്. അവളങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ 2-3 ദിവസമായിട്ട് ഇവൾക്ക് ഉറക്കമില്ല. ഇവൾക്ക് ഈ കീമോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇവൾ ഉറങ്ങാതെ നിലവിളിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ വന്ന് അപ്പനോട് പറയുന്നുണ്ട്, ഈ മകള് ഉറങ്ങുന്നില്ല, അത് എന്തൊക്കെ ചെയ്തിട്ടും അവൾ ഉറങ്ങുന്നില്ല എന്ന്. അപ്പം അപ്പൻ ഡോക്ടറിനോട് പറയുകയാണ്, ഡോക്ടറെ, എൻ്റെ മകള് ഈ അസുഖം അവളെ ബാധിച്ചതിന് ശേഷം അവൾ എൻ്റെ നെഞ്ചിൽ കിടന്നാണ് ഉറങ്ങിയിരുന്നത്. അപ്പോൾ അവൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത്. അപ്പോൾ ഒറ്റയ്ക്കായതുകൊണ്ടുള്ള പേടിയായിരിക്കും. അവളോട് പറയണം, അവൾ കിടക്കുന്ന ആ ബെഡിനോട് ചേർന്നുള്ള മതിലിൽ അവളുടെ അപ്പൻ ചാരി നിൽപ്പുണ്ട്, അപ്പൻ കൂടെ ഉണ്ട് എന്ന് കരുതി കിടന്നുറങ്ങാൻ. അപ്പം ഈ ഡോക്ടർ ചെന്ന് ആ കുഞ്ഞിനോട് പറഞ്ഞു, മകളെ നീ സങ്കടപ്പെടേണ്ട, നിൻ്റെ പപ്പ ഈ മതിലിൻ്റെ തൊട്ട് പുറകിലുണ്ട്, നിന്നെ കാത്ത് നിനക്ക് വേണ്ടി കരുതിക്കൊണ്ട് പപ്പ അവിടെ നിൽക്കൊണ്ട് മോൾ സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ. അങ്ങനെ രാത്രിയായി ഏകദേശം 12-1 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് റൗണ്ട്സിന് വന്ന ഡോക്ടർ ഒരു കാര്യം ശ്രദ്ധിച്ചു, ആ മകള് സുഖമായിട്ട് ഉറങ്ങുകയാണ്. അപ്പോൾ ഈ സന്തോഷ വാർത്ത അറിയിക്കാനായി അദ്ദേഹം ഓടി ഈ ഹോസ്പിറ്റലിൻ്റെ ഈ വാർഡിൻ്റെ വെളിയിലേക്ക് വരുമ്പോൾ അദ്ദേഹം കണ്ട കാഴ്ച കണ്ണ് നനയ്ക്കുന്ന ഒരു കാഴ്ചയാണ്. ഈ അപ്പൻ അക്ഷരാർത്ഥത്തിൽ വിരിച്ചു പിടിച്ച കരവുമായി ആ മതിലിൽ ചാരി നിൽക്കുകയാണ് ആ മനുഷ്യൻ.
മതിലിനെ കെട്ടിപ്പിടിച്ച രീതിയിൽ അദ്ദേഹം നിൽക്കുകയാണ്, ആ കുഞ്ഞ് കിടക്കുന്ന ആ മതിലിനോട് ചേർന്ന്. അപ്പോൾ ഡോക്ടർ വന്ന് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ മകള് ഉറങ്ങാൻ വേണ്ടി ഞാൻ ഇവിടെ നിന്നതാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, അത് മകളോട് പറഞ്ഞല്ലോ, നിങ്ങളിങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ല ഡോക്ടറെ, എൻ്റെ മകള് എൻ്റെ സ്നേഹം അനുഭവിച്ചറിയണമെന്ന് പറയുകയാണ്. അപ്പോൾ ഇതുപോലെ ആ മനുഷ്യൻ പാതിരാത്രി മുഴുവനും വിരിച്ച കരവുമായി ആ മതിലിനോട് ചേർന്ന് നിന്നതുകൊണ്ട് ആ മകള് സുഖമായി അവിടെ ഉറങ്ങുന്നുണ്ട്. ഇതുപോലെ ചില മനുഷ്യരുടെ പ്രാർത്ഥനകളുടെ വിരിച്ച കരങ്ങളാണ് നമ്മെ സൗഖ്യത്തിലേക്കും സന്തോഷത്തിലേക്കും അയക്കുന്നത്. തമ്പുരാൻ്റെ വിരിച്ച കരങ്ങളുടെ ആ വലിയ കൃപയാണ് നമ്മളെ വലിയ അനുഗ്രഹത്തിലേക്കും നമ്മുടെ ജീവിതത്തിലെ സന്തോഷങ്ങളിലേക്കും നയിക്കുന്നത്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ വിരിച്ചു പിടിച്ച കരങ്ങളെ നമുക്ക് ഓർക്കാം. ഇതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി വിരിച്ച കരങ്ങളോടെ പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ തീരാൻ നമുക്കും കഴിയണമെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ സുവിശേഷം ധ്യാനിക്കുമ്പോൾ ക്രിസ്തുവിനെ പോലെ അവൻ തൻ്റെ പ്രിയപ്പെട്ടവരെ സ്നേഹിച്ചതുപോലെ ആ കാനായിലെ സ്ത്രീ അവള് ഈ തൻ്റെ മകൾക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥനയുടെ കരങ്ങൾ ഉയർത്തുന്ന മനുഷ്യരാകാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിന് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.